ഞാൻ ഇന്ന് റവ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഇത് 2 സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് കടുക്, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് വതക്കുക. അതൊന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് കാഷ്യൂനട്ട് പൊടിച്ചത് ഇടാം. അതായത് എൻ്റെ കയ്യിൽ കാഷ്യൂനട്ട് അങ്ങനത്തെ ഉണ്ടായിരുന്നു കേട്ടോ, അതാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില. എന്നിട്ട് നമുക്ക് റവ, സാധാരണ വാങ്ങിക്കുന്ന റവ കേട്ടോ, അത് ഞാൻ വറുത്തതൊന്നുമല്ല, വറുക്കാത്തത്. അപ്പോൾ അത് ഞാൻ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറക്കണം. അപ്പോൾ അതൊന്ന് ചൂടാക്കണം. അതായത് ബ്രൗൺ കളറൊന്നും ആവണ്ട, അത് ചൂടാകുമ്പോൾ ഒരു നല്ല സ്മെല്ല് വരും. അപ്പോൾ അതുവരെ ചൂടാക്കിയാൽ മതിയാവും. ചൂടാക്കിയ ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അത് നമുക്ക് മാറ്റിയിടുക. നമുക്കെല്ലാം കൂടെ മിക്സ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ അത് ചെയ്തിട്ട് പിന്നെ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ മിക്സ് ചെയ്യുക. അതിൽ ക്യാരറ്റ് ഇട്ടു, ഞാൻ ക്യാപ്സിക്കം ഇട്ടു. നമുക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിൽ ഇടാം കേട്ടോ. ബീൻസൊക്കെ ഇടാം. അപ്പോൾ എൻ്റെ കയ്യിൽ ബീൻസ് അപ്പം ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ക്യാപ്സിക്കം എടുത്തിട്ടു. പിന്നെ സ്പ്രിങ് ഓണിയൻ ഞാൻ കുറച്ചിട്ടു കേട്ടോ. എനിക്ക് എന്തായാലും വെജിറ്റബിൾസ് ഇടുന്നത് നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടതാണ് അതെല്ലാം. സ്പ്രിങ് ഓണിയൻ കുറച്ച് ആഡ് ചെയ്തു. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ഗ്രീൻ പീസും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗ്രീൻ പീസും ആഡ് ചെയ്തു. അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൽ കുറച്ച് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഉപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം കുറച്ച് ഞാൻ പുതിന ലീവ്സ് ഇട്ടിട്ടുണ്ട്. പുതിന ലീവ്സ് ഒന്നിങ്ങനെ ചെറുതാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം കൊറിയൻഡർ ലീവ്സ് അതും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല സ്മെല്ല് തരും കേട്ടോ ഇഡ്ഡലിക്ക്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് തൈര് ഒഴിക്കണം. അതായത് ഞാൻ 3 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു 1.5 കപ്പ് വരെ ഞാൻ തൈര് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റൻറ്റ് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫെർമെൻറ്റഡ് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ തൈര് ഒഴിക്കുന്നത്. തൈര് ഒഴിച്ച് നമുക്ക് അതിൽ വെള്ളം ഒഴിക്കാം. നമ്മൾ വെള്ളം കുറച്ച് ഒഴിച്ച് വെക്കുമ്പോൾ ഈ റവ അങ്ങോട്ട് ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കാം. എന്നിട്ട് ഒരു 20 മിനിറ്റ്സ് അടച്ച് വെക്കുക. അപ്പോൾ ഞാനിത് എടുത്തു. 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇളക്കിയിട്ട് അതിൽ നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഒരു 1/2 സ്പൂൺ ഇട്ടാൽ മതി. ഞാൻ കുറച്ച് ജാസ്തിയായിട്ട് തോന്നുന്നു, 1/2 സ്പൂൺ മതിയാവും. അപ്പോൾ അത് ഇട്ടിട്ട് ഉടനെ നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് പോലെ ഇഡ്ഡലി ഉണ്ടാക്കുക. എന്നിട്ട് അത് അടച്ച് വെച്ച് ഒരു ഇഡ്ഡലി ഉണ്ടാക്കുന്ന ടൈമിന് അത്രേ വേണ്ടൂ. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി സോഫ്റ്റ് ഇഡ്ഡലി റെഡിയാവും കേട്ടോ. എനിക്കിത് ഭയങ്കര ടേസ്റ്റ് തോന്നി. കാരണം വെജിറ്റബിൾസും എല്ലാം ഇട്ട കാരണം അതൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റും കൂടെ ആയി.